മനോരമയ്ക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി CPIM. ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ ഒന്നാം പേജിൽ CPIM ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ വന്നിരിക്കുന്നത് വ്യാജ വാർത്തയെന്ന CPIM ജില്ലാ സെക്രട്ടറി. മൂന്നാർ സഹകരണ ബാങ്കിനെയും CPIM ഏരിയ സെക്രട്ടറിയും ചേർത്താണ് മനോരമ വ്യാജ വാർത്ത നിർമ്മിച്ചത്. മലയാള മനോരമയുടെ വ്യാജ വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും CV വർഗീസ്. ഈ മാധ്യമ രംഗത്ത് കാണിക്കേണ്ട ഒരു മാന്യതയുണ്ട്. ഇത്തരം ഒരു വാർത്ത കൊടുക്കുമ്പോൾ എൻ്റെ പേരിലൊരു വാർത്ത CPIM ജില്ലാ സെക്രട്ടറി എന്ന പേരിൽ എൻ്റെ പേരിൽ വാർത്ത കൊടുക്കുമ്പോൾ അതെന്നോടൊരു ആശയവിനിമയം നടത്താനെങ്കിലുമുള്ള സാമാന്യ മാന്യത മലയാള മനോരമ കാണിക്കേണ്ടതായിരുന്നു. അങ്ങനെ കാണിക്കാതെയാണ് വാർത്ത കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതിന് നിയമപരമായ നടപടിയിലേക്ക് നമ്മൾ പോകും. മലയാള മനോരമയ്ക്കെതിരായിട്ട് എൻ്റെ കൂടെ ഉപയോഗപ്പെടുത്തിയാണ് പാർട്ടി ഏരിയ സെക്രട്ടറിയും എന്നെ അപകീർത്തിപ്പെടുത്തലിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ നിയമപരമായ നടപടിയിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കും. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ജോസിൽ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. ജോസിൽ, നോക്കൂ, ഈ വാർത്ത നൽകുമ്പോൾ അതിലൊരു മാന്യത പാലിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ CV വർഗീസ് അടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിൽ പരാതി നൽകുമെന്ന ഉറച്ച തീരുമാനത്തിലല്ലേ CPIM? വർഷ, തീർച്ചയായിട്ടും ഇന്ന് ഇറങ്ങിയ കോട്ടയത്ത് നിന്ന് ഇറങ്ങി ഇടുക്കി എഡിഷനായിട്ട് പുറത്തിറങ്ങുന്ന മലയാള മനോരമയുടെ ഒന്നാം പേജിലാണ് മൂന്നാർ സഹകരണ ബാങ്ക് CPIM ഏരിയ സെക്രട്ടറിക്ക് 1 കോടിയുടെ വായ്പാ കുടിശ്ശിക ഉടൻ തിരിച്ചടയ്ക്കണമെന്ന് ഇടുക്കി ജില്ലാ സെക്രട്ടറി എന്ന ഹെഡിങ്ങോടുകൂടിയാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈനിൽ 1 കോടിയുടെ വായ്പാ കുടിശ്ശിക എന്ന് കൊടുത്തതിന് ശേഷം താഴോട്ട് വരുമ്പോൾ 1 കോടിയോളവും, പിന്നീട് വേറൊരു വാചകത്തിൽ 1 കോടിക്കടുത്ത കുടിശ്ശിക എന്നൊക്കെയാണ് പിന്നെ മനോരമ എഴുതിയിരിക്കുന്നത്. ഏതായാലും ഇത് പൂർണ്ണമായും അത് CV വർഗീസ് ഉടൻ തിരിച്ചടച്ചില്ലെങ്കിൽ പാർട്ടി നടപടി സ്വീകരിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് താക്കീത് ചെയ്തു എന്ന രീതിയിലാണ് മലയാള മനോരമ ഈ വാർത്ത പടച്ചുവിട്ടിരിക്കുന്നത്. ഇത് പൂർണ്ണമായും വ്യാജ വാർത്തയാണെന്നാണ് CPIM ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വസ്തുത പരിശോധിക്കുകയാണെങ്കിൽ 42 വർഷത്തിലധികമായി ഈ മൂന്നാർ ഏരിയ സെക്രട്ടറി, CPMൻ്റെ മൂന്നാർ ഏരിയ സെക്രട്ടറി വിജയൻ ബിസിനസ് രംഗത്ത് നിൽക്കുന്നയാളാണ്. അദ്ദേഹം CPMൻ്റെ ഏരിയ സെക്രട്ടറി ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ബിസിനസ്സുകാരനാണ്. അദ്ദേഹവും സഹോദരങ്ങളും ചേർന്നാണ് ഇത്തരത്തിൽ ഒരു ബിസിനസ് സംരംഭങ്ങൾ മൂന്നാറിൽ 42 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചത്. അതിനുശേഷം സഹോദരങ്ങളുമായി പിരിഞ്ഞ് 33 വർഷത്തിലധികമായി അദ്ദേഹം മൂന്നാറിൽ വിവിധ വ്യാപാരങ്ങൾ നടത്തുകയാണ്. അത് തുണി വ്യവസായം, അതുപോലെ തന്നെ ഹോം അപ്ലയൻസിൻ്റെ വ്യവസായം, അതുപോലെ തന്നെ സ്റ്റേഷനറി, ഹോട്ടൽ, അങ്ങനെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ വിജയൻ എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറി അവിടെ നടത്തുന്നുണ്ട്. പക്ഷേ ഏരിയ സെക്രട്ടറി ആയതിനു ശേഷം പാർട്ടിയുടെ അനുഭവത്തോടു കൂടി ഈ ലൈസൻസ് തുടരുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനാണ് അത് നോക്കി നടത്തുന്നത്. ഏകദേശം 70 ലക്ഷത്തോളം രൂപ, അതായത് ഏകദേശം 4 കോടിയോളം രൂപ വില വരുന്ന മൂന്നാർ ടൗണിലുള്ള ഒരു കെട്ടിടം ഈട് നൽകിയിട്ടാണ് അദ്ദേഹം ഈ കൊറോണയോട് അടുത്ത സമയത്ത് വിവിധ വ്യാപാര ആവശ്യങ്ങൾക്കായിട്ട് ഒരു 70 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. അതാണ് വസ്തുത. അതിനെയാണ് 1 കോടി രൂപ വായ്പ അതുടൻ തിരിച്ചടച്ചില്ലെങ്കിൽ CPM നടപടി എന്ന രീതിയിലേക്കൊരു വാർത്ത കൊടുത്തിരിക്കുന്നത്. അതിലൊരു വസ്തുതയുമില്ലെന്നാണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് തന്നെ വ്യക്തമാക്കുന്നത്. ഈ KK വിജയൻ എന്ന് പറയുന്ന CPM ഏരിയ സെക്രട്ടറി എന്ന് പറയുന്നത് വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി മൂന്നാറിൽ വ്യാപാരം നടത്തി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പൊതുപ്രവർത്തനത്തിലേക്ക് വന്ന് ഏരിയ സെക്രട്ടറി ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മകനാണ് അത് നോക്കി നടത്തുന്നത്. പക്ഷേ GST രേഖകളും അതുപോലെ തന്നെ ലൈസൻസും കാര്യങ്ങളുമെല്ലാം അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ തുടരുകയും ചെയ്യുകയാണ്. ഇതാണ് വസ്തുത. ആ ഒരു ഇതിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പാർട്ടി അതിനെതിരെ ആ വായ്പ എത്രയും പെട്ടെന്ന് അടച്ചു തീർത്തില്ലെങ്കിൽ നടപടി സ്വീകരിക്കുന്ന രീതിയിൽ വ്യാജ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഈ വ്യാജ വാർത്തയ്ക്കെതിരെയാണ് CPM ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടറിയും നിയമ നടപടിയിലേക്ക് പോകും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. വർഷ, ശരി, മലയാള മനോരമയുടെ ഒന്നാം പേജിലാണ് തന്റെ പേര് ചേർത്ത് വന്നിരിക്കുന്ന വ്യാജ വാർത്തയെക്കുറിച്ച് CV വർഗീസ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും കൃത്യമായ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് നിലവിൽ പാർട്ടി നേതൃത്വത്തിന്റെയും തീരുമാനം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്നും ജോസിൽ സെബാസ്റ്റ്യൻ.